CPM നേതാക്കൾക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരായാണ് സ്വകാര്യ സംഭാഷണത്തിനിടെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദാണ് മുതിർന്ന CPM നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ കോടിപതിയാണെന്നും AC മൊയ്തീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസുമായാണെന്നും സംഭാഷണത്തിലുണ്ട്. അതേസമയം സംഭാഷണം വർഷങ്ങൾക്ക് മുൻപുള്ളതാണെന്നാണ് വിശദീകരണം. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ വീടാണ് വീട്ടിൽ വേണ്ടി ഇത് ഘട്ടം കഴിഞ്ഞവരൊക്കെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ. CPM ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടാവില്ല. അങ്ങനൊരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവൽ മാറും, ഇവരുടെ ഇൻട്രാക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പിരിവെടുത്തപ്പോൾ ഞാൻ ഏരിയ സെക്രട്ടറിക്കായിരിക്കും മാക്സിമം പിരിവെടുത്തൊരു 5,000 രൂപ, 10,000 മാക്സിമം. എന്നാൽ ജില്ല പറയുമ്പോൾ 25 ഇടും. അപ്പോൾ പാർട്ടി കമ്മിറ്റി പറയുമ്പോൾ എന്താണ് 75,000, 1,00,000 ഇരിക്കും. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്താണ് പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കില്ല. അതെല്ലാവരും അല്ലാണ്ട് എൻ്റെ അറിവിലാരും കണ്ടുപിടിക്കാൻ വകില്ല നടക്കുന്നില്ല. അല്ല കേക്കാറിന് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും, ഇവരൊക്കെ നല്ല പിടിക്കണം. ഇവരൊക്കെ ഇവരൊക്കെ കണ്ണാട്ടൊക്കെ ഓടാനോടി വെക്കും. പൊളിറ്റിക്സ് രക്ഷപ്പെട്ടാണ്. കപ്പലണ്ടി കാണാൻ വിളിക്കുക. കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളാണ് ഇന്ന് കാണുന്ന നിലയിൽ അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വശം. അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സാണ്. ഇപ്പോൾ കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് നടത്തുന്നത്. കണ്ണംകുളത്തി അനൂപ് AC മൊയ്തീൻ നിസ്സാര ആൾക്കാരാണ്. എന്നൊക്കെ പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ. അവരൊക്കെ AC മൊയ്തീൻ, കണ്ണംകുളത്തി